ഹലോ, ഞാനൊരു പാട്ടില്ല പാടാൻ പോകുന്നത്. ഞാൻ ഒരു കഥ പറയാൻ പോവുകയാണ്. ഈ മൈക്കില് ഞാനൊരു കഥ പറയാനാണ് വന്നിരിക്കണേ. രാമായണ കഥയിലെ ഒരു കാര്യമുണ്ട്. പണ്ട് 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 ഞാൻ ഒരു കാട്ടില് ഒരു കാട്ടില് ഒരു കുഞ്ഞു ഹട്ടില് സീതയും ലക്ഷ്മണനും രാമയും ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് 3 പേരും ആ ഹൗസിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ശൂർപ്പണഖ അവരെ പേടിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്ത് പറയും രാമന്റെ അടുത്ത്? എന്നെ ഒന്ന് കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കും. കല്യാണം കഴിക്കുമോ? ഇല്ല, ഞാൻ കല്യാണം കഴിക്കില്ല. കാരണം നീ രാക്ഷസയല്ലേ, ഞാൻ രാക്ഷസന്മാരെ ഒന്നും കല്യാണം കഴിക്കില്ല. എനിക്ക് ഓൾറെഡി ഒരു ഭാര്യയുണ്ട്, സീതാദേവി. അതുകൊണ്ട് നീ വെക്കോന്ന് പറഞ്ഞു. ആണോ പറഞ്ഞു. സീതാദേവിനെ ഉപദ്രവിക്കാൻ പോയപ്പോ ലക്ഷ്മണൻ എന്ത് ചെയ്തു? ഒരു കത്തി എടുത്ത് മൂക്കും ചെവിയും കട്ട് ചെയ്തു. അപ്പൊ നേരെ നമ്മുടെ 2 സിസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് ബ്രദേഴ്സിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ മൂക്കും ചെവിയും രാമനും ലക്ഷ്മണനും ഇങ്ങനെ കട്ട് ചെയ്തു എന്ന് പറയും. ആണോ, ഞാൻ എന്നാ ഉപദ്രവിക്കാൻ പറ്റേ പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഉപദ്രവിക്കാൻ നേരെ പോയിട്ട് അവര് 2 പേരും ഫൈറ്റ് ചെയ്ത് അവരുടെ 2 പേരെയും ഡെഡാക്കി വിട്ടു. ഡെഡാക്കി? രാമന് ലക്ഷ്മണും 2 ബ്രദേഴ്സ്. ശൂർപ്പണഖന്റെ 2 ബ്രദേഴ്സിനെ ഫുള്ള് ഇങ്ങനെ കട്ടി ഡെഡാക്കി. എന്നിട്ടോ? എന്നിട്ട് എന്തായെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഇല്ല. എന്നിട്ട് നേരെ ശൂർപ്പണഖ പോയിട്ട് എവിടേക്കാ പോയി? ശൂർപ്പണഖ ലങ്കയ്ക്ക് പോയി. എന്നിട്ട് ഒരു ലങ്കയിൽ ആരോ ഒരു കിങ് ഉണ്ട്. ആ കിങ്ങിന്റെ പേരെന്താ? രാവണൻ. 10 തലയുള്ള രാവണൻ. 10 തലയുള്ള രാവണനെ രാവണനെ വിളിച്ചിട്ട് വന്നു. എന്നിട്ട് രാവണ എന്റെ ചെവിയും മൂക്കും കട്ട് ചെയ്തു രാമനും ലക്ഷ്മണനും, അതുകൊണ്ട് അവനെ ഒന്ന് പറ്റിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഓക്കെ പറഞ്ഞ് നേരെ പോയി. നേരെ ഒരു ഗോൾഡൻ ഡിയറിന്റെ വേഷം കെട്ടി. ആരാ വേഷം കെട്ടി? ആരാണ് വേഷം കെട്ടി? രാവണൻ നേരെ മാരീചനെ വിളിച്ചു. ഹലോ മാരീചനെ വിളിച്ചു. രാവണൻ പോയി മാരീചനെ വിളിച്ച് പറഞ്ഞു, എന്റെ ഭാര്യയല്ല സിസ്റ്ററിന്റെ ചെവിയും മൂക്കും കട്ട് ചെയ്ത് ഒന്ന് ഗോൾഡൻ ഡിയർ അത് നടന്നു പോകുമോ? അപ്പൊ ഹരിയ പറഞ്ഞു. അപ്പൊ അത് രാമ ഇത് ശരിക്കത്തെയാണ് പിടിച്ചേരാ പറഞ്ഞു സീതയുടെ അടുത്ത്. അപ്പൊ ഗോൾഡൻ ഡിയർ ആയിട്ട് വേഷം കെട്ടി പോയപ്പോ ആര് കണ്ടു എന്നറിയോ? നമ്മുടെ സീതാദേവി കണ്ടു. എന്നിട്ടോ? എനിക്കതാ നോക്കുക. ആ ഗോൾഡൻ ഡിയറിനെ പിടിച്ചേരോന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞ് പിടിച്ചു തരുമ്പോഴേക്കും ഓടി അത് ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോയി. എന്നിട്ട് അത് രാമൻ സൗണ്ട് രാമന്റെ സൗണ്ട് കരഞ്ഞോ? അപ്പൊ സീതാദേവി പറഞ്ഞു, ലക്ഷ്മണൻ രാമൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. എന്നിട്ട് എന്തായെന്ന് അറിയും? രാമന്റെ സൗണ്ടില് മാരീചൻ കരഞ്ഞു. അപ്പൊ ലക്ഷ്മണന്റെ അടുത്ത് പറഞ്ഞു, സീതാദേവി രാമയ്ക്ക് എന്തോ പറ്റിയെന്ന്. അത് രാമനല്ലല്ലോ, രാമനല്ല, മാരീചനല്ലേ. അതെ അത് ലക്ഷ്മണൻ അറിയില്ലല്ലോ. അത് രാമന്റെ സൗണ്ട് രക്ഷിക്കാൻ പോയി. എന്നിട്ട് ഈ റൗണ്ട് ലക്ഷ്മണൻ അതിനെ വരച്ചിട്ട് പോയി. ഓക്കെ, അതിന്റെ പേരെന്താ? ലക്ഷ്മണ രേഖ. ശരി. പോയിട്ട് എന്തായാലും പെട്ടെന്ന് രാവണൻ ആ സമയത്ത് എന്ത് ചെയ്തു? ലക്ഷ്മണൻ രാമനെ രക്ഷിക്കാൻ പോയ സമയത്ത് രാവണൻ എന്ത് ചെയ്യും? എന്താണ് രാവണന്റെ വണ്ടി? രാവണൻ എന്ത് വേഷം കെട്ടിയിട്ടാ സീതാദേവിന്റെ അടുത്തേക്ക് വന്നേ? എന്ത് വേഷം? എന്നിട്ട് എനിക്ക് വിഷമം, ഇങ്ങോട്ട് വരാൻ പറ്റില്ല, പ്ലീസ് ഇങ്ങോട്ട് വരൂ പറയുമ്പോ നോ, ഇങ്ങോട്ട് വരൂ പറഞ്ഞു സീതാദേവി. അത് ചവിട്ടിയതോ അത് രാവണനായി. അയ്യോ, എന്നിട്ടോ? ഒരു പുഷ്പക വണ്ടിയിൽ കേട്ടി പറന്നു പോയി. അയ്യോ, എന്നിട്ടോ? അപ്പോഴേക്കും ഒരു ജഡായി വന്നു പറഞ്ഞു നിക്കൂ പറയുമ്പോ ഒരു മിനിറ്റ് രാവണൻ ഹട്ട് ചെയ്തു. അയ്യോ, എന്നിട്ടോ? ഡെഡായിട്ടില്ല, താഴെ വീണു പോയി. അപ്പൊ സീതാദേവി എന്ത് ചെയ്തു? ഒരു തുണി കീഴ്ച്ചു തന്നെ ആ ഗോൾഡൊക്കെ സീതാദേവിന്റെ ഗോൾഡൊക്കെ ഊരിട്ട് അതിലിട്ട് കെട്ടി വെച്ചിട്ട് ഒരു താഴത്തേക്ക് കിട്ടും. തൂങ്ങി. ഓക്കെ. അപ്പൊ രാവണൻ സീതാദേവിനെ എങ്ങോട്ട് കൊണ്ടുപോയി? ലങ്കയ്ക്ക് കൊണ്ടുപോയി. എന്നിട്ട് എവിടെ കൊണ്ടിരുത്തിയത്? ആ ട്രീന്റെ പേരെന്താ? അശോകമരം. ഓക്കെ, ശരി. മരത്തിന്റെ അടുത്ത് കൊണ്ടിരുത്തി. ഓക്കെ, അത് കഴിഞ്ഞ് രാമനും ലക്ഷ്മണനും തിരിച്ച് വീട്ടിൽ വന്നപ്പോ സീതാദേവിനെ കാണാനില്ല. എന്നിട്ടോ? സെർച്ച് ചെയ്തപ്പോ ഒരാൾ ഡെഡായിട്ടില്ല, ഡെഡാവാറായി കിടക്കുന്നു. അപ്പൊ ജഡായുവിനെ കണ്ടപ്പോ എന്ത് ചോദിച്ചു?
വീണിക്കണെന്ന് ചോദിച്ചു. എന്നെ രാവണൻ എന്നെ ഒരു വിങ്സ് കട്ട് ചെയ്തു. ഉം. ആളോ പറഞ്ഞു നേരെ രാമനും ലക്ഷ്മണൻ പോയി നോക്കി. ഇവിടെ സെർച്ച് ചെയ്തിട്ടും കിട്ടിയില്ല സീതയുടെ. ആ വേറൊരു ഫോറസ്റ്റ് എത്തി. വേറൊരു ഫോറസ്റ്റ് എത്തി. എന്നിട്ട് അവിടെ നിന്ന് നടന്ന് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഹനുമാനെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, ഹനുമാൻ എന്റെ സീതാദേവനെ കാണാനില്ല. പറഞ്ഞു നമുക്ക് പോയി സെർച്ച് ചെയ്യാന്ന്. എന്റെ വാനര സംഘന്റെ അടുത്ത് കൊണ്ടുവിടാം. സുഗ്രീവന്റെ അടുത്ത് കൊണ്ടുപോയി. സുഗ്രീവന്റെ അടുത്ത് കൊണ്ടുപോയി. സുഗ്രീവൻ എന്ത് പറഞ്ഞു? ആരെ ഡെഡാക്കാൻ ഹെൽപ്പ് ചെയ്യണം? ഒരു ബാഡ് മങ്കി ഉണ്ട്. അതാരാ? ബാലി പറഞ്ഞൊരു മങ്കി ഉണ്ട്. ആ മങ്കിനെ ഡെഡാക്കി വിടണം. ഞാൻ എന്നാ ശ്രമിക്കാം. ഫൈറ്റ് ചെയ്ത് ആ വാനര സംഘത്തെ മങ്കിനെ ഡെഡാക്കി. ബാലിനെ. അപ്പൊ എല്ലാരും ഹെൽപ്പ് ചെയ്യാ പറഞ്ഞു അല്ലേ? പറഞ്ഞിട്ട് എല്ലാരും സെർച്ച് ചെയ്ത് പോയപ്പോ ഒരു റിവർ കണ്ടു. അത് റോസിക്കാലേ എത്തുള്ളൂ. എന്നിട്ട് റിവർ അല്ല, സീ. അത് കുറേ സമയം എടുക്കും. അപ്പൊ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വരാം. ആര് പറഞ്ഞു? ഹനുമാൻ പറഞ്ഞു. ഓ, അതെന്താ ഹനുമാൻ പറഞ്ഞു? ഹനുമാനിക്കല്ലേ ഇങ്ങനെ പറക്കാൻ പറ്റുള്ളൂ. ഓ, ഓക്കെ ഓക്കെ. അതന്നെ ഹനുമാനിക്കല്ലേ പറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹനുമാൻ നോക്കിയിട്ട് വരാം നേരെ ഇങ്ങനെ പറന്ന് ചൊല്ലി. അപ്പൊ ഇത് കൊറേ പറന്ന് പോയി ലങ്കയിലെത്തി. രാക്ഷസന്മാരൊക്കെ സൈഡില് സീതാദേവിന്റെ അടുത്തൊക്കെ അയച്ചുവിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് ഒരു കുഞ്ഞു മങ്കിയായി. എന്ത് പറഞ്ഞു? നീരും നടന്നു പോയിട്ട് സീതാദേവിന്റെ അടുത്തെത്തി. സീതാദേവി എന്ന് പറഞ്ഞു. ഒരു മോതിരം കൊടുത്ത് അയച്ചു വിട്ടിട്ട് ഒരു മോതിരം സീതാദേവിന്റെ അയച്ചിട്ട് തന്നു ഇത് രാമനിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും നമ്മളെ രാക്ഷസിമാരെ അറിഞ്ഞു ഹനുമാൻ വന്നത്. ഹനുമാൻ പറഞ്ഞത് ഹനുമാനെ ലഡാക്കാൻ പറ്റില്ലല്ലോ. ഹനുമാനെ പിടിച്ചോണ്ട് പോയി അല്ലേ? ഹനുമാൻ ആരെടുത്തോണ്ട് പോയി? രാവണൻ കൊട്ടേന്റെ അടുത്ത് പോയി. എന്നിട്ടോ രാവണൻ ഹനുമാനെ ഡെഡാക്കാൻ പറഞ്ഞു. ലഡാക്കാൻ പറ്റില്ലല്ലോ, ചിരഞ്ജീവി അല്ലേ? അതെ അതെ. അതുകൊണ്ട് പറ്റില്ല. ഫയർ കത്തിച്ച് ലങ്ക മുഴുവൻ കത്തിച്ചു വിട്ടു. ഓ, എവിടെയാ ഫയർ കത്തിച്ചത്? ലങ്ക. അതല്ല, എവിടെയാ ഫയർ കത്തിച്ചത്? ഹനുമാന്റെ ഹനുമാന്റെ എവിടെയാണ് ഫയർ കത്തിച്ചത്? രാവണൻ കയ്യിലാണോ? ടെയിൽ. ഓക്കെ. എന്നിട്ടോ ഹനുമാൻ എങ്ങോട്ട് ജമ്പ് ചെയ്തു? റിവർ അല്ല, സീ. പറന്നു വന്നു. എന്നിട്ട് റിങ്ങൊക്കെ കൊടുത്തു. രാമനെ റിങ് കൊടുത്തു. എന്നിട്ട് രാമന്റെ അടുത്ത് പറഞ്ഞു സീതാദേവി അവിടെ ഉണ്ടെന്ന്. എന്നിട്ട് ഇവരെല്ലാരും കൂടെ എന്ത് പറ്റി? ഓക്കെ, ഒരു വലിയ ഓക്കെ. എല്ലാരും കൂടെ അങ്ങോട്ട് പോയി. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവസാനം ആർക്ക് കൂടി ഫൈറ്റ്? രാമനും എല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ലക്ഷ്മണന്റെ മേലെ ഒരു ആരോ തട്ടി. അപ്പൊ എന്തായി? എന്നിട്ടോ അപ്പൊ ലക്ഷ്മണൻ ഡെഡായോ? ഡോക്ടർ പറഞ്ഞു ഒരു മലന്റെ മേലെ കയറി അകത്ത് ഒരു മരുന്ന്. ഓക്കെ. ആ മരുന്നിന്റെ പേരാണ് കേട്ടോ, മൃതസഞ്ജീവിനി. പേരില്ല സഞ്ജീവിനി. ആ മരുന്ന് ഹനുമാനിക്കല്ലേ പറഞ്ഞു വന്നിട്ടു. ഓ, അപ്പൊ ഹനുമാനാണ് പോയത്. ഹനുമാൻ ഓക്കേ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് എന്നിട്ട് ഇങ്ങനെ അങ്ങനെ പോയി ഇങ്ങനെ മല നോക്കുന്ന സമയത്ത് മൃതസഞ്ജീവിനി മരുന്നില്ല. ഓ, എല്ലാ ഇലയും സെയിം പോലെ തോന്നിയാ? തോന്നി. ഹനുമാൻ മനസ്സിലായില്ല അല്ലേ? ഹനുമാൻ മനസ്സിലായില്ല. അപ്പൊ എന്ത് ചെയ്തു? ഹനുമാൻ ആ മരുന്ന് എടുത്ത് പൊക്കിയിട്ട് അവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് ഡോക്ടർ ആ മൃതസഞ്ജീവി മരുന്ന് എടുത്ത് വെച്ച് കൊടുത്തു. ലക്ഷ്മണനെ രക്ഷിച്ചു. എന്നിട്ട് ഡോക്ടർ പോയിട്ട് നേരെ ലക്ഷ്മണൻ ഫൈറ്റ് അവന്റെ അല്ല, രാമനല്ലേ ഡെഡാക്കുക? അപ്പൊ രാമൻ അവസാനം പിന്നെയും രാവണന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് രാമൻ എന്ത് ചെയ്തു? ആരോ വിട്ടു. അപ്പൊ ആരോ വിട്ടത് എവിടേക്കാ വിട്ടത്? ഫസ്റ്റ് തലയിലേക്ക്. തല വിട്ടപ്പോ പിന്നെയും അതെന്താ പിന്നെ തല വരുന്നത്? അഞ്ചാണ്. ഓക്കെ. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു? എന്ത് കിട്ടു? രക്ഷിച്ചു. അങ്ങനെ എല്ലാരും ആരൊക്കെ ഉണ്ടായിരുന്നു? രാമനും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാനും യുദ്ധം ജയിച്ചോ തോറ്റോ? എല്ലാവർക്കും അപ്പൊ ഹാപ്പി ആയോ? ആണോ? സീതാദേവി എന്നിട്ട് തിരിച്ചു കിട്ടിയോ? അത്രേ ഉള്ളൂ കഥ. രാമായണം കഴിഞ്ഞോ? അപ്പൊ ടാറ്റ ബൈ ബൈ പറയൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.
വീഡിയോയിൽ എല്ലാവരും സൂപ്പർ ആവണം, സൂപ്പർ ആവണം, സൂപ്പർ ചിരിച്ച് കളിച്ചിരിക്കണം. ഓക്കെ. എന്റെ വീഡിയോ കാണണം. ഓ എല്ലാവരും കാണും കേട്ടോ. എല്ലാവരും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഓ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ. ലൈക്ക് ചെയ്യണം. ഓ ലൈക്കും ചെയ്യും. എന്റെ വീഡിയോ എല്ലാവരും കാണണം. ഓക്കെ. ഓക്കെ, ബൈ. ഞാൻ നെക്സ്റ്റ്